UGC നെറ്റ് ഓഗസ്റ്റിലെ റീടെസ്റ്റ് എക്സാം എഴുതുന്നവരോടാണ്. ഒന്നും പഠിച്ചിട്ടില്ലെന്നല്ലേ പ്രശ്നമില്ല. നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം റിവൈസ് ചെയ്തെടുക്കുക. പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ സീരീസ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് മാക്സിമം എടുക്കുക. വളരെ കോൺഫിഡന്റ് ആയി തന്നെ എക്സാമിനേഷൻ ഹാളിലേക്ക് പോവുക. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ച് വളരെ റിസ്ക് എടുത്ത് ജൂണിൽ എഴുതിയ എക്സാമിന്റെ റീടെസ്റ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. 2 എക്സാമിനേഷൻ എഴുതാൻ 2 തവണ എക്സാം സെന്ററിലേക്ക് പോവേണ്ട റിസ്ക് നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി എടുക്കുന്നുണ്ട്. അത് കൃത്യമായി ഓർത്തു വെച്ചുകൊണ്ട് നിങ്ങൾ ഈ എക്സാമിനെ അത്രയും വിലയേറി തന്നെ കാണുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ എക്സാം കോൺഫിഡന്റോടുകൂടെ തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലക്ഷ്യം കൃത്യമാണ്. അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ ഏറ്റവും മാക്സിമം എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രിപ്പയർ ചെയ്യുക. എക്സാമിനേഷൻ ദിവസം രാവിലെ ഒരിക്കലും സ്ട്രെസ് ഉള്ള ഒരു കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടാതിരിക്കുക. പരമാവധി നേരത്തെ തന്നെ എക്സാമിനേഷൻ സെന്ററിൽ എത്തി വളരെ ഹാപ്പി ആയി തന്നെ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറും. എക്സാമിനേഷൻ CBT മോഡിലാണ് നടക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ 3 മണിക്കൂർ ഇരിക്കേണ്ടതുണ്ട്. 3 മണിക്കൂർ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നാൽ സ്വാഭാവികമായും മാനസികമായും നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവം തോന്നാൻ ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ കമ്പ്യൂട്ടറിലേക്ക് നോക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്കൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ സമയത്തെ കമ്പ്യൂട്ടർ ടൈമിനെ നിങ്ങൾ തന്നെ സ്വയം ക്രമീകരിക്കുക. ഒരിക്കലും അനാവശ്യമായി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കമ്പ്യൂട്ടറിലേക്ക് വെറുതെ നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവക്കാരായി നിങ്ങൾ മാറരുത്. എക്സാമിനേഷൻ ഹാളിലേക്ക് കയറിയിരുന്നാൽ പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി ഒരുപാട് സമയം അവിടെ വെയിറ്റിംഗ് ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുക, നിങ്ങൾ പഠിച്ച വല്ല ട്രിക്സും ഉണ്ടെങ്കിൽ. ഇല്ല എങ്കിൽ താഴെ പേപ്പറിലേക്ക് നോക്കി നിങ്ങൾ ഇരിക്കുക. ഒരിക്കലും സ്ക്രീനിലേക്ക് നോക്കി വീണ്ടും സ്ക്രീൻ ടൈം കൂട്ടുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് പോകരുത്. മറ്റെന്തൊക്കെ കാരണങ്ങളാലും എക്സാമിനേഷൻ ഇൻവിജിലേറ്ററോട് തർക്കം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള എക്സാമിനേഷന് വന്ന മറ്റു കാൻഡിഡേറ്റ്സിനെ ശ്രദ്ധിക്കുകയോ ചെയ്ത് ഒരു തരത്തിലുള്ള സ്ട്രെസ്സിലേക്കും നിങ്ങൾ മാറരുത്. നിങ്ങളുടെ എക്സാമിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ എക്സാം നിങ്ങൾക്ക് കോൺഫിഡന്റോടുകൂടെ എഴുതാൻ പറ്റുമെങ്കിൽ തീർച്ചയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.